നമ്മുടെ ബോഡിയിൽ ബ്ലഡ് പമ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്ന ഓർഗനാണ് ഹാർട്ട് എന്ന് പറയുന്നത്. ഹാർട്ട് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് തൊറാസിക് ക്യാവിറ്റിയിലാണ്, അതായത് നമ്മുടെ ബോഡിയുടെ നെഞ്ചും കൂടുതലായിട്ട്. ഇനി ഹാർട്ടിന്റെ പൊസിഷൻ എന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് സ്ലൈറ്റ്ലി ടിൽറ്റഡ് ടുവേർഡ്സ് ലെഫ്റ്റ്. അതായത് ഹാർട്ട് ആക്ച്വലി നമ്മൾ കരുതുന്നുണ്ടായിരുന്നത് എന്താണ്, അത് സെൻട്രൽ കറക്റ്റ് സെൻട്രലായിട്ട് അലൈൻ ചെയ്തിരിക്കുന്നതാണ്. ബട്ട് ആക്ച്വലി ഹാർട്ടിന്റെ പൊസിഷൻ എന്ന് പറയുന്നത് ലെഫ്റ്റിലേക്ക് കുറച്ച് ടിൽറ്റ് ചെയ്തിട്ടാണ് ഹാർട്ട് കാണപ്പെടുന്നത്. ഇനി ഹാർട്ടിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹാർട്ടിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് തൊറാസിക് ക്യാവിറ്റിയിൽ റിബ് കേജ് ഉണ്ട്. റിബ് കേജിൽ എന്തുണ്ട്, റിബ്സ് ഉണ്ട്. മാത്രമല്ല ബാക്കിൽ ഡോർസൽ സൈഡിലായിട്ട് വെർട്ടിബ്രൽ കോളം ഉണ്ട്. മാത്രമല്ല ഹാർട്ടിന് ഫ്രണ്ടിലായിട്ട് സ്റ്റേണം അഥവാ ചെസ്റ്റ് ബോൺ എന്ന് പറഞ്ഞ ഒരു ബോണും ഉണ്ട്. ഇനി ഹാർട്ടിന്റെ സ്ട്രക്ചർ എടുത്ത് നോക്കുമ്പോൾ ഹാർട്ടിലേക്ക് നോക്കുകയാണെങ്കിൽ ഹാർട്ടിന് ഒരു ഡബിൾ ലെയേർഡ് ഔട്ട് സ്ട്രക്ചർ ഉണ്ട്. അതാണ് പെരികാർഡിയം എന്ന് പറയുന്നത്. പെരികാർഡിയം ഈസ് ഡബിൾ ലെയേർഡ്. മാത്രമല്ല ഇത് ഡബിൾ ലെയേർഡ് സ്ട്രക്ചർ ആണെന്ന് പറഞ്ഞു. രണ്ട് ലെയർ ആയതുകൊണ്ട് തന്നെ ഈ രണ്ട് ലെയറിന്റെ ഇടയിലായിട്ട് പെരികാർഡിയൽ ഫ്ലൂയിഡ് എന്ന് പറഞ്ഞ ഒരു ഫ്ലൂയിഡ് ഉണ്ട്. ഈ പെരികാർഡിയൽ ഫ്ലൂയിഡിന്റെ സിഗ്നിഫിക്കൻസ് അല്ലെങ്കിൽ ഇതിന്റെ ഫംഗ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് പ്രൊട്ടക്ട്സ് ഫ്രം എക്സ്റ്റേണൽ ഷോക്സ്. ഹാർട്ടിനെ എക്സ്റ്റേണൽ ഷോക്കുകളിൽ നിന്ന് നമ്മൾ പ്രൊട്ടക്ട് ചെയ്യുന്നു. മാത്രമല്ല ഇറ്റ് ഹെൽപ്സ് ടു റെഡ്യൂസ് ദ ഫ്രിക്ഷൻ വൈൽ ഹാർട്ട് ബീറ്റ്സ്. ഹാർട്ട് ബീറ്റ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന ഫ്രിക്ഷൻ റിഡക്ഷൻ സംഭവിക്കാൻ വേണ്ടിയിട്ട്, ആ ഫ്രിക്ഷൻ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തുണ്ട്, ഇതിൽ പെരികാർഡിയൽ ഫ്ലൂയിഡ് ഉണ്ട്. ഇനി ഹാർട്ടിന്റെ സ്ട്രക്ചർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹാർട്ടിന് 4 ചേമ്പേഴ്സ് ആണുള്ളത്. 2 ഓറിക്കിളും 2 വെൻട്രിക്കിളും. അതായത് 4 ചേമ്പേഴ്സ് ആണെന്ന് പറഞ്ഞു. റൈറ്റ് സൈഡും ഉണ്ട്, ലെഫ്റ്റ് സൈഡും ഉണ്ട്. ഈ റൈറ്റ് സൈഡിലും ഒരു ഓറിക്കിൾ ഒരു വെൻട്രിക്കിൾ, ഇതേപോലെ ലെഫ്റ്റ് സൈഡിലും ഒരു ഓറിക്കിൾ ഒരു വെൻട്രിക്കിൾ. ഇനി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫസ്റ്റ് തുടങ്ങാം, റൈറ്റ് സൈഡിൽ നിന്ന് തുടങ്ങാം. റൈറ്റ് ഏട്രിയം. റൈറ്റ് ഏട്രിയത്തിലേക്ക് നമ്മുടെ ബോഡിയിൽ ഡിഫറെന്റ് പാർട്ടുകളിൽ നിന്നുള്ള ബ്ലഡ് വെയിൻസ് വഴി നമ്മുടെ ബോഡിയിലേക്ക് ആദ്യം എത്തുന്നത് റൈറ്റ് ഏട്രിയത്തിലേക്കാണ്. അതായത് റൈറ്റ് ഏട്രിയത്തിലേക്ക് ഏറ്റവും വലിയ ലാർജസ്റ്റ് വെയിൻ ആയിട്ടുള്ള വീനാ കാവ് വഴിയാണ് ബ്ലഡ് എത്തുക. വീനാ കാവ് രണ്ട് പൊസിഷനിൽ നിന്ന് എത്താം. അതായത് ബോഡിയുടെ ഹാർട്ടിന്റെ അപ്പർ പാർട്ടിൽ നിന്ന് എത്താം, ലോവർ പാർട്ടിൽ നിന്ന് എത്താം. അപ്പർ പാർട്ടിലത്തെ ബ്ലഡ് ആണ് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് സുപ്പീരിയർ വീനാ കാവ. ഇനി അഥവാ താഴത്തെ ലോവർ പാർട്ടിലത്തെ ബോഡിയത്തെ ബ്ലഡ് ആണ് എത്തിക്കുന്നുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ഇൻഫീരിയർ വീനാ കാവ. ഇനി വൺസ് ഇത് വീനാ കാവ വഴി ഇത് ഹാർട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ, റൈറ്റ് ഏട്രിയത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ റൈറ്റ് ഏട്രിയത്തിൽ നിന്ന് ബ്ലഡ് എവിടേക്ക് ഫ്ലോ ചെയ്യും, റൈറ്റ് വെൻട്രിക്കിളിലേക്ക് ഫ്ലോ ചെയ്യും. ഇത്തരത്തിൽ റൈറ്റ് വെൻട്രിക്കിളിലേക്ക് ഫ്ലോ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ബ്ലഡ് നേരെ ലങ്സിലേക്ക് പമ്പ് ചെയ്യാറ്. നോർമൽ കേസിൽ ഇത് പമ്പ് ചെയ്യുമ്പോൾ ഇത് തിരിച്ച് ബാക്ക് ഫ്ലോ സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്. അത്തരത്തിൽ ബാക്ക് ഫ്ലോ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തുണ്ട്, ട്രൈകസ്പിഡ് വാൽവ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാൽവ് ഉണ്ട്. ഈ കസ്പ്, അതായത് 3 കസ്പുകളാണ് ട്രൈകസ്പിഡ് വാൽവിനുള്ളത്. ഇത് എന്തുകൊണ്ടത് വിളിക്കാൻ കാരണം 3 കസ്പുകളാണ്. കസ്പ് എന്ന് പറഞ്ഞാൽ 3 ഫ്ലാപ്പുകളാണ്. 3 ഫ്ലാപ്പുകളായിട്ട്, അതായത് ഒരു സർക്കുലർ ഡോറിന്റെ 3 ഫ്ലാപ്പുകൾ താഴത്തേക്ക് ഓപ്പൺ ചെയ്യുന്ന പോലെയാണ് ട്രൈകസ്പിഡ് വാൽവിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. വൺസ് ഇത് താഴത്തേക്ക് ഓപ്പൺ ചെയ്യും, ബട്ട് ബാക്ക് ഫ്ലോ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തിരിച്ച് ഫ്ലോ ചെയ്യുമ്പോൾ ഇതെന്താണ്, നേരെ വന്ന് ക്ലോസ് ചെയ്ത് കിടക്കും. അത്തരത്തിൽ റൈറ്റ് വെൻട്രിക്കിളിൽ നിന്ന് ബ്ലഡ് ഫ്ലോ ചെയ്യുമ്പോൾ എന്താണ്, തിരിച്ച് റൈറ്റ് വെൻട്രിക്കിളിൽ നിന്ന് തിരിച്ച് റൈറ്റ് ഏട്രിയത്തിലേക്ക് ഫ്ലോ ചെയ്യില്ല. പകരം എന്താ ചെയ്യുക, ഇത് പൾമണറി ആർട്ടറി വഴി നേരെ ലങ്സിലേക്ക് എത്തുക. ലങ്സിൽ എത്തിക്കഴിഞ്ഞാൽ ഇത് ഓക്സിജനേഷൻ സംഭവിച്ചിട്ട്, ഓക്സിജനേറ്റഡ് ബ്ലഡ് നേരെ പൾമണറി വൈൻ വഴി നേരെ എവിടെ എത്തും, ലെഫ്റ്റ് ഏട്രിയത്തിലേക്ക് എത്തും. ലെഫ്റ്റ് ഏട്രിയത്തിൽ നിന്ന് പ്രഷർ സംഭവിച്ചതിന് ശേഷം നേരെ ലെഫ്റ്റ് വെൻട്രിക്കിളിൽ എത്തും. സ്വാഭാവികമായിട്ടും നേരത്തെ റൈറ്റ് വെൻട്രിക്കിളിൽ നിന്ന് പ്രിവെന്റ് ചെയ്യുന്ന പോലെ തന്നെ ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്ന് ലെഫ്റ്റ് ഓട്രിയത്തിലേക്ക് കയറുന്ന ബ്ലഡ് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ഇവിടെ ഉണ്ട്, ഒരു വാൽവ് ഉണ്ട്. ആ വാൽവാണ് ബൈകസ്പിഡ് വാൽവ് എന്ന് പറയുന്നത്. ഇതിന് ബൈകസ്പിഡ് വാൽവ് എന്ന് വിളിക്കാൻ കാരണം ഇവിടെ 2 കസ്പേ ഉള്ളൂ. നേരത്തെ റൈറ്റ് ഏട്രിയത്തിലും റൈറ്റ് വെൻട്രിക്കിളിലും ട്രൈകസ്പിഡ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ലെഫ്റ്റ് ഏട്രിയത്തിലും ലെഫ്റ്റ് വെൻട്രിക്കിളിലും ബൈകസ്പിഡ് വാൽവ് ആണ് ഉള്ളത്. ഇനി ബൈകസ്പിഡ് വാൽവ് കഴിഞ്ഞ് ലെഫ്റ്റ് വെൻട്രിക്കിളിൽ എത്തിയ ബ്ലഡ് ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്ന് ബ്ലഡ് പമ്പ് ചെയ്യുമ്പോൾ അയോട്ട വഴി ഡിഫറെന്റ് പാർട്സ് ഓഫ് ദ ബോഡിയിലേക്ക് എത്തുകയാണ് ചെയ്യാറ്. അപ്പൊ ഇതാണ് ഹാർട്ടിന്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. 4 ചേമ്പേഴ്സ് ഉണ്ട്, 2 ഓറിക്കിളും 2 വെൻട്രിക്കിളും.